السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. نحمده سبحانه حمدا شاكرين. أشهد أن لا إله إلا الله وحده لا شريك له. أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വിശ്വാസികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി സർവസ്വവും അവന് സമർപ്പിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. റബ്ബ് നാം അവരെയും അനുഗ്രഹിക്കുമാറാണ്. മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോകരുതേ എന്നുള്ള ആ ഒരു വാക്യം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും സജീവമായി കൊണ്ടു നടക്കുകയും അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്യുവാൻ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. മനുഷ്യനെ സംബന്ധിച്ച് അവനെ നന്നാക്കി അവനെ എല്ലാ പാപങ്ങളിലും മുക്തമാക്കി ഏറ്റവും തയ്യിബായ രീതിയിൽ സ്വർഗത്തിലേക്ക് എത്തിക്കുവാനുള്ള മാർഗങ്ങളാണ് അള്ളാഹു വിശദീകരിച്ചിരിക്കുന്നത്. ആ സ്വർഗത്തെ തൊട്ട് തെറ്റിപ്പോകുന്ന എല്ലാ മാർഗങ്ങളെയും നമുക്ക് മുന്നറിയിപ്പായിട്ട് പ്രവാചകന്മാർ മുഖേന അറിയിച്ചു തന്നിട്ടുമുണ്ട്. റബ്ബിനിഷ്ടം നമ്മെ ഏറ്റെടുക്കാനും തെരഞ്ഞെടുക്കാനും അതിലൂടെ അവന്റെ ഏറ്റവും മഹത്തായ ഫضലായ ഔദാര്യമായ സ്വർഗത്തിലേക്ക് എത്തിക്കുവാനുമാണ്. അതുകൊണ്ട് തന്നെ ആ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം തന്നെ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റി റബ്ബിന്റെ ഇഷ്ടങ്ങളും പൊരുത്തങ്ങളും നേടാൻ കഴിയുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ആ രീതിയിൽ ജീവിച്ചു പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ കഴിഞ്ഞുപോയി അവർ ജീവിച്ചു പോയപ്പോൾ അവർക്ക് സംഭവിച്ച ബുദ്ധിമുട്ടുകളും ശിക്ഷകളെ കുറിച്ചുമെല്ലാം നമുക്ക് വിശദീകരിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രാധാന്യമായിട്ട് റബ്ബിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോവുകയും റബ്ബിന്റെ ഇഷ്ടങ്ങളും പൊരുത്തങ്ങളും റബ്ബിന്റെ അടുപ്പവും റബ്ബിന്റെ അടുപ്പവും ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ട ആ പ്രവർത്തനങ്ങൾ അത് ചെയ്യാൻ തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യമായിട്ട് അള്ളാഹു എണ്ണുന്നത് ദുന്യവിയായ ജീവിതത്തെ കുറിച്ചാണ്. നമ്മൾ കേവലം മുസ്ലിം സമൂഹം നമസ്കാരം, ഷഹാദത്ത് കലിമ, 2 ഷഹാദത്തിന്റെ വചനങ്ങൾ ഉച്ചരിച്ച് മുസ്ലിമായി നമസ്കാരം നിലനിർത്തി, സക്കാത്ത് കൊടുത്തു, നോമ്പ് നോറ്റു, ഹജ്ജ് ചെയ്തു, ആയി മുസ്ലിമായി കഴിഞ്ഞു എന്നൊരു ആ ഒരു ചിന്തയിൽ അവന്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. സത്യത്തിൽ അള്ളാഹു ഇവിടെ എല്ലാം തടസ്സമായി നിൽക്കുന്ന, നമസ്കരിച്ചിട്ടും ആ നമസ്കാരം കൊണ്ട് സ്വർഗത്തിൽ പോകാത്ത, സക്കാത്ത് കൊടുത്തിട്ടും ആ സക്കാത്ത് കൊണ്ട് സ്വർഗത്തിൽ പോകാത്ത, നോമ്പ് പിടിച്ചിട്ടും ആ നോമ്പ് കൊണ്ട് സ്വർഗത്തിൽ പോകാത്ത ആളുകളെ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്.
അങ്ങനെ ആ രീതിയിൽ റബ്ബ് നമുക്ക് പരിചയപ്പെടുത്തുമ്പോൾ അവന്റെ നമസ്കാരവും നോമ്പും ഹജ്ജും അവന്റെ സക്കാത്തുമെല്ലാം അതെല്ലാം സ്വർഗപ്രവേശനത്തിനായിരുന്നു. പക്ഷെ അവൻ ആ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള യോഗ്യത അതുകൊണ്ട് നേടിയില്ല. കാരണം അവനൊരു തടസ്സമായിട്ട് എപ്പോഴും ദുനിയാവായിരുന്നു. മനുഷ്യ പ്രകൃതം മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത് നൈമിഷികമായ ജീവിതത്തെയാണ്. അള്ളാഹു ആ ജീവിതത്തെ, ദുനിയാവിനെ തന്നെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് വളരെ തുച്ഛമായ, പെട്ടെന്ന് തീർന്നു പോകുന്നത്, പെട്ടെന്ന് കഴിഞ്ഞു പോകും. കണ്ണ് ചിമ്മി തുറക്കുമ്പോൾ കഴിഞ്ഞു, ദുനിയാവില്ല. അതാണ് ദുനിയാവ്. അത് അള്ളാഹു ആ രീതിയിൽ തന്നെയാണ് ദുനിയാവിനെ കുറിച്ച് പരിചയപ്പെടുന്നത്. എന്തിനാണ് ഇങ്ങനെ ദുന്യവിയായ ജീവിതത്തെ കുറിച്ച് ഇത്രയേറെ റബ്ബ് ഖുർആനിൽ ചർച്ച ചെയ്തേക്കുന്നത്? നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. നിങ്ങൾ ദുനിയാവിൽ അതിര് കടന്നു പോകരുത്. അങ്ങനെ ദുനിയാവിനെ കുറിച്ച് പറഞ്ഞ് അള്ളാഹു എത്രയോ പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നു. കാരണം ദുനിയാവാണ്, ദുനിയാവും മനുഷ്യനാ ദുനിയാവിൽ അതിൽ അകപ്പെടുത്തി കളയുന്ന പിശാചുമാണ് റബ്ബിന്റെ മാർഗത്തിൽ തടസ്സമായിട്ട് മനുഷ്യന് നിൽക്കുന്നത്. അല്ലെ, നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ചിന്തിച്ചു നോക്ക്. എന്തുകൊണ്ടാണ് നമ്മുടെ ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെടുത്തുന്നത്? ദുന്യവിയായ അതിൽ വ്യാപൃതമാകുമ്പോൾ. എന്തുകൊണ്ടാണ് നോമ്പ് പിടിച്ചിട്ട് നമുക്ക് ആ നോമ്പിൽ സജീവമായിട്ട് നിൽക്കാൻ കഴിയാതെ ദുനിയാവിന്റെ കാര്യങ്ങളിൽ, ഇഷ്ടങ്ങളിൽ, നമ്മുടെ ഇഷ്ടങ്ങളെ ആ രീതിയിലാണ് ദുനിയാവിനെ നമ്മൾ കാണുന്നത്. പക്ഷേ മനുഷ്യൻ അവൻ ഈ ലോകത്തെ നൈമിഷികമായ തിരക്ക് പിടിച്ച ജീവിതത്തെ അവൻ ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് ആഖിറത്തിനെ അങ്ങോട്ട് നഷ്ടപ്പെടുത്തി കളയുന്നു. ഇതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒന്ന് നിസ്കരിച്ചെങ്കിലായി. സമയം കിട്ടിയാൽ ജമാഅത്തിനെത്തി, സമയം കിട്ടിയാൽ ആദ്യത്തെ വക്തത്തിൽ തന്നെ നമസ്കരിച്ചു. ഇല്ലെങ്കിലോ എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആഖിറത്തിന് വേണ്ടിയിട്ട്. അങ്ങനെയല്ല വേണ്ടത്. കാരണം ഈ ലോക ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഏറ്റവും നന്നായിട്ട് ദുനിയാവിൽ ആരാണ് ഇങ്ങനെ ഉയർന്ന പദവികൾ അലങ്കരിക്കുന്നവൻ എന്നറിയാൻ വേണ്ടിയിട്ടല്ല. ഏറ്റവും നന്നായിട്ട് ആരാണ് ബിസിനസ്സിൽ വലിയ വലിയ മേഖലകൾ താണ്ടുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടല്ല ദുന്യവിയായ ജീവിതം. ആരാണ് ഏറ്റവും കൂടുതൽ അറിവ് നേടിക്കൊണ്ട് അവന്റെ പദവികൾ ഉയർത്തുന്നത്, അധികാരങ്ങൾ അവൻ ഏറ്റെടുക്കുന്നത്, ഇതൊന്നും അറിയാൻ വേണ്ടിയിട്ടല്ല. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്. ജീവിതത്തെയും മരണത്തെയും അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടാണ്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ആ ദുനിയാവ് വെച്ചിട്ട് ഏറ്റവും നന്നായിട്ട് ദുനിയാവിൽ ജീവിച്ചു തീർക്കുന്ന 80, 90, 100 വർഷം, ആ 100 വയസ്സുകൊണ്ട് ഏറ്റവും മുഹ്സിനാകുന്നത്, റബ്ബിനെ കാണുമ്പോലെ ആരാധിക്കുന്നവൻ, റബ്ബിനെ കാണുമ്പോലെ അവന്റെ വിധിവിലക്കുകൾക്ക് കീഴൊതുങ്ങി ജീവിക്കുന്നവൻ, സൂക്ഷ്മതയോടുകൂടി റബ്ബിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ ആരാണ്? അഹ്സനു അമല. അമലിൽ അവന്റെ പ്രവർത്തനങ്ങളെ ഏറ്റവും നന്നാക്കി തീർക്കുന്നവൻ, കൂടുതൽ നന്മ ചെയ്യുന്നതിനേക്കാൾ അള്ളാഹു എടുത്തു പറഞ്ഞ നന്നായിട്ട് പ്രവർത്തിക്കുന്നവൻ. കേവലം നമസ്കാരമല്ല, എല്ലാം. മാതാപിതാക്കളോട് നന്മ പ്രവർത്തിക്കാത്തവൻ നമസ്കരിച്ചിട്ട് എന്ത് പ്രയോജനമുണ്ട്? ഭാര്യയോട് നന്നാകാത്തവൻ, ഭർത്താവിനോടുള്ള ബാധ്യതകൾ പൂർത്തീകരിക്കാത്ത സ്ത്രീ എന്തിനാണ് നമസ്കരിക്കുന്നത്? ആരെങ്കിലും നമസ്കരിച്ചു, നോമ്പ് പിടിച്ചു, അവളുടെ ഭർത്താവിനെ അനുസരിച്ചാൽ ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗത്തിൽ പ്രവേശിച്ചു. കൂട്ടി പറയുന്നതാണ്. അപ്പോൾ ആ ഏറ്റവും ഇഹ്സാനോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് നന്നാകുന്നവൻ ആരെന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇഹലോക ജീവിതം. പക്ഷെ കേവലം നമ്മളെല്ലാവരും തന്നെ അത് മറന്നു പോകുന്നു. നമ്മുടെ ആ പ്രവർത്തനങ്ങളും ജീവിതവും കണ്ടാൽ ദുനിയാവിന് വേണ്ടിയിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. അള്ളാഹു പറയുന്നുണ്ടല്ലോ, ദുനിയാവിനെ മറക്കാനെന്നൊന്നും പറഞ്ഞിട്ടില്ല. അള്ളാഹു ദുന്യവിയായ ജീവിതത്തെ മറക്കാൻ പറഞ്ഞിട്ടില്ല.
നീ ജീവിക്കണം. നിന്റെ മാതാപിതാക്കളോട് നന്മ പ്രവർത്തിക്കണം, നിന്റെ കുട്ടികളോട് നന്മ പ്രവർത്തിക്കണം, വിവാഹം കഴിക്കണം, ഭാര്യ വേണം, ഭർത്താവ് വേണം, ഇണകൾ വേണം. അവരോട് നന്മ പ്രവർത്തിച്ചാലും അവർക്ക് നൽകുന്ന ഓരോ ചോറിനും എനിക്ക് പ്രതിഫലമുണ്ട്. ഇതൊക്കെ ദുന്യവിയായ കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ മറക്കരുത്. അല്ലാഹു പറഞ്ഞല്ലോ, ഖാറൂനോട് പറഞ്ഞല്ലോ, നിനക്ക് നൽകിയ ഈ ദുനിയാവിലെ ജീവിതം വെച്ചുകൊണ്ട് ദാറൽ ആഖിറ, പരലോകത്തെ നീ നേടിയിരിക്കണം. ആരോടാ? ഖാറൂനോടാ പറയുന്നത്. നിനക്ക് നൽകിയത് വെച്ചിട്ട് നീ ഈ ലോകത്തെ നമ്മളോട് ഓരോരുത്തരോടും പറയുന്നതാണ് അല്ലാഹു. നമുക്ക് അല്ലാഹു നൽകിയ ദുന്യവിയായ സംവിധാനങ്ങൾ വെച്ചിട്ട് ആഖിറത്തിലെ ജീവിതം നേടണം. വലാ തൻസ നസീബക, നീ നിന്റെ നസീബിനെ മറക്കരുത്, നിന്റെ ഓഹരിയെ മറക്കരുത്. മിനദ് ദുനിയാ, ദുനിയാവിലെ ഓഹരിയെ നീ മറന്നു കളയരുത്. നിനക്ക് ബാധ്യതയുണ്ട്. ഒറ്റയ്ക്ക് പോയി പള്ളിയിലിരുന്ന് സൂഫിയായിട്ടിരുന്നിട്ട് ജീവിക്കാനുള്ളതല്ല. നിന്റെ ഉമ്മയോട് ബാധ്യതയുണ്ട്, ബാപ്പയോട് ബാധ്യതയുണ്ട്, മക്കളോട് ബാധ്യതയുണ്ട്, ഇല്ല ഇണയോട് ബാധ്യതയുണ്ട്, ലോകത്തെ മുഴുവൻ മനുഷ്യരോടും ബാധ്യതയുണ്ട്, ലോകത്തെ മുഴുവൻ ജീവികളോടും നിനക്ക് ബാധ്യതയുണ്ട്. നീ ചെയ്യേണ്ടത് നീ നന്മ പ്രവർത്തിക്കുക. എങ്ങനെ? കമാ അഹ്സന അല്ലാഹു ഇലൈക, അല്ലാഹു നിനക്ക് നന്മകൾ ചെയ്തു തന്നിട്ടുണ്ട്. പലർക്കും നൽകാത്തത് നിനക്ക് നൽകിയിട്ടുണ്ട്. ഇത് അല്ലാഹുവിന്റെ പറച്ചിലാണ്. ദുനിയാവിനെ മറക്കരുത്. ദുനിയാവിൽ നിനക്ക് പടച്ചവൻ തന്ന അനുഗ്രഹങ്ങളും നന്മകളും മനസ്സിലാക്കിയിട്ട് തിരിച്ച് അള്ളാഹുവിലേക്ക് നീ നന്മ പ്രവർത്തിക്കുക, നന്നാവുക. നന്നാകാൻ വേണ്ടിയിട്ടാണ് ദുനിയാവ്, ചീത്താകാനല്ല. പക്ഷെ ദുനിയാവ് വെച്ചിട്ട് മനുഷ്യരെന്തെയും ചീത്തയായി പോകും. അതാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത്. അങ്ങനെയാകരുത്. മൻകാന യുരീദുൽ ആജില, നൈമിഷികമായ ഈ ജീവിതത്തെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിന്റെ ചോദ്യമാണ്. അങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ആരെങ്കിലും അങ്ങനെ ഈ ലോകത്തെ ഉദ്ദേശിച്ചാൽ ആ ദുനിയാവ് അങ്ങനെ അള്ളാഹു നൽകും. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു നൽകും. ദുനിയാവ് നൽകും. ദുനിയാവിനങ്ങനെ മാത്രം ഉദ്ദേശിച്ചിട്ട് പണമുണ്ടാകണം, മക്കളുണ്ടാകണം, അവരെ വലിയ വലിയ പദവികൾ എത്തിക്കണം, എനിക്ക് ജീവിക്കണം, മറ്റുള്ളവരുടെ മുന്നിൽ പറയാൻ പറ്റിയ ജോലി വേണം, എനിക്ക് വാഹനം വേണം, ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. എന്നാൽ അത് മാത്രമാണോ മനസ്സിൽ? എങ്കിൽ അള്ളാഹു അങ്ങനെ ചിന്തിക്കുന്നവർക്ക്, അങ്ങനെ ഉദ്ദേശിക്കുന്നവർക്കാണ് അത് ആ രീതിയിൽ വൃത്തിപ്പെട്ട അള്ളാഹു നൽകും. അങ്ങനെ നൽകിയത് നമുക്കറിയാം. ഖാറൂന് നൽകി, ഫിർഔന് നൽകി, ഹാമാന് നൽകി, എത്രയോ നമ്രൂദിനെ നൽകി, എത്രയോ ആളുകൾക്ക് നൽകി. മുൻഗാമികളെ കുറിച്ച് ഖുർആൻ നമുക്ക് ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ആളുകൾക്ക് നൽകിയിട്ടുണ്ട്, അങ്ങനെ നൽകും. പക്ഷേ ആ രീതിയിൽ അവൻ ഉദ്ദേശിച്ച രീതിയിൽ ഇഹലോക ജീവിതം നൽകും. പക്ഷേ ആ ദുനിയാവ് നൽകിയിട്ടും അഹ്സിൻ, അതുകൊണ്ട് നന്നായില്ലെങ്കിൽ അവന് നരകമാണ്, അവനെ എത്തിക്കുന്നത് നരകത്തിലേക്കാണ്. അട്ടിയോടിക്കപ്പെട്ട നിന്ദനാക്കപ്പെട്ടുകൊണ്ട് ആ നരകത്തിലേക്ക് അവനെ വലിച്ചെറിയപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാണ്. ദുനിയാവിനെ മാത്രം ഉദ്ദേശങ്ങൾ ജീവിക്കും. അതുകൊണ്ട് ദുനിയാവിനെ കുറിച്ച് പഠിക്കണം. അല്ലാഹു പറയുക, പഠിക്കണം. ദുന്യവിയായ ജീവിതം എന്തെന്ന് നിങ്ങൾ പഠിക്കണം. നിങ്ങൾ അറിയണം, മനസ്സിലാക്കണം. അല്ലാഹു ദുന്യവിയായ ജീവിതം പഠിപ്പിക്കുക. അല്ലാഹു നമ്മെ ദുന്യവിയായ ജീവിതം പഠിപ്പിക്കുകയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നതും ദുന്യവിയായ ജീവിതമാണ്. ഏതാണ്ട് 5-ാം വയസ്സ് മുതൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങ് ജീവിച്ച് തീരുന്നത് വരെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെ? ഇന്നും നമ്മൾ പഠിക്കുന്നു. ഓരോ പുതിയ കാര്യങ്ങൾ യൂട്യൂബിൽ നോക്കിയിട്ടും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനത്തിലൂടെ നമ്മൾ മറ്റാരെങ്കിലും കണ്ടെത്തിയിട്ട് ദുനിയാവിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, റബ്ബിന്റെ തൗഫീഖിനാൽ ആഖിറത്തിനെ കുറിച്ച് പഠിക്കാൻ നമുക്ക് വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും എല്ലാം ഈ അവസരം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പക്ഷേ മനുഷ്യരിൽ ഭൂരിപക്ഷവും ദുനിയാവിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അല്ലാഹ് പറയുക, എന്നാ അങ്ങനെയല്ല ദുനിയാവ്, നിങ്ങൾ പഠിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കണം, പഠിച്ച് മനസ്സിലാക്കണം. അന്നമൽ ഹയാത്തുദ് ദുനിയ, ഈ ദുന്യവിയായ ജീവിതം തീർച്ചയായിട്ടും അള്ളാഹു പറയാൻ അത് മാത്രമാണ്. ഇനി പറയുന്ന കാര്യങ്ങൾ ദുന്യവിയായ ജീവിതം എന്താണ്? ലഅബുൻ, അതൊരു കളിയാണ്. ദുന്യവിയായ ജീവിതം കളിയാണ്.
കളിച്ചു തീർക്കുന്ന കുറെ കാര്യങ്ങൾ. ലഹുവുൻ, അതൊരു വിനോദമാണ്. കുറച്ചു നേരം വിനോദങ്ങളിൽ ദുന്യവിയായ ജീവിതം. ലഹുവുൻ, അതൊരു വിനോദമാണ്. സീനത്തുൻ, അത് അലങ്കാരമാണ്. നമുക്ക് പല കാര്യങ്ങളും ദുന്യവിയായ സംവിധാനങ്ങൾ കുറച്ച് കളിച്ചു തീർക്കാനുള്ളത്, കുറച്ച് നമുക്ക് വിനോദങ്ങളായിട്ടുള്ളത്, ചില കാര്യങ്ങളിൽ മറ്റുള്ളവർക്ക് മുമ്പിൽ നിന്നുകൊണ്ട് അലങ്കാരമായിട്ട് കാണിച്ചു കൊടുക്കാനുള്ളത്. നമ്മുടെ വാഹനമായാലും മൊബൈലായാലും അതുപോലെ നമ്മുടെ സംവിധാനങ്ങളെല്ലാം ഒന്ന് ഓർത്തു നോക്കി. നമ്മൾ ഒരു കാലഘട്ടത്തിൽ നമ്മളത് കളിയായിട്ട് കണ്ടു, പിന്നെ അത് വിനോദമായിട്ട് കണ്ടു, അല്ലേ? നമ്മുടെ ചെറുപ്പകാലം, ഏറ്റവും ചെറുപ്പത്തിൽ ദുന്യവിയായ ജീവിതം മുഴുവൻ കളിയല്ലാതെ മറ്റൊന്നുമില്ല. ഒരു 5 വയസ്സ് വരെ. 5 കഴിഞ്ഞാൽ പിന്നെ വിനോദമാണ്, ആസ്വദിച്ച് കളിക്കും. ഇതെല്ലാം ആസ്വദിച്ചാണ് പിന്നെ കാണുന്നത്. പിന്നെ ദീനത്താണ്, പിന്നെ നമ്മുടെ അലങ്കാരമായിട്ട് തലേക്കൻ ചീകി നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഷർട്ടൊക്കെ ഇട്ടിട്ട് സുന്ദരനായിട്ട് പോകണം. ചെറുപ്പത്തിലോ ഇത്തിരി മുഷിഞ്ഞ വേഷമായാലും ഒന്നിച്ച് മാറ്റി തന്നിന് കുഴപ്പമില്ല, അതുകൊണ്ട് പോകും. പക്ഷെ ഒരു 12 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പോവില്ല. അത് ദീനത്താണ്, അല്ലെ? അത് കഴിഞ്ഞാൽ സീനത്ത് കഴിഞ്ഞ് പിന്നെ ഒരു 35 വയസ്സ് 30-35 എത്തിക്കഴിഞ്ഞാൽ പിന്നെ പരസ്പരം പൊങ്ങച്ചെന്നടിക്കാനുള്ളതാ. പഠിപ്പിക്കുക പൊങ്ങച്ചെന്നടിക്കാൻ. എനിക്ക് അതുണ്ടല്ലേ, വെറുതെ ആണ് നമ്മളെല്ലാവരും പറയണല്ലേ. ഞാനും പറയും എനിക്കിപ്പോ അക്കൗണ്ടന്റിന്റെ ജോലിയാണ്, അല്ലെ? കൊള്ളാം, കുഴപ്പമില്ല. വേറെ എന്തെങ്കിലും ജോലിയാണെങ്കിൽ പറയോ, അവിടെ ലോഡിങ് എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും അവിടെ വെയർ ഹൗസിൽ ജോലിയാണ് കേട്ടോ, അല്ലെ? നമ്മള് അതൊരു കൊള്ളാം, കുഴപ്പമില്ല, മറ്റുള്ളവരുടെ മുന്നിൽ പറയാൻ പറ്റിയ ജോലിയാണ്. അപ്പൊ അതൊന്നും പൊങ്ങച്ചം നടിച്ചു പറയാനുള്ളതാ. പിന്നെയോ അത് കഴിഞ്ഞാൽ 40-45 കഴിഞ്ഞാൽ നമ്മളെ വിട്ടു പിന്നെ പിന്നെ പെരുമ നടിക്കാനുള്ളതാ. എന്റെ മക്കൾ അങ്ങനെയായി, എനിക്ക് അവിടെ ഞാൻ, അല്ലേ? അതൊക്കെ ഇങ്ങനെ 40 ആകുമ്പോഴത്തേക്കും പിന്നെ ആ സ്ഥലത്തോട് ചേർത്ത് ഒരു 5 സെന്റ് സ്ഥലവും കൂടി വാങ്ങിച്ചാൽ കൊള്ളാന്നുണ്ട്, അല്ലെ? ഇന്നോവ മാറ്റിയിട്ട് ഒരു BMW ആക്കിയാൽ കൊള്ളാന്നുണ്ട്. നമ്മുടെ കാര്യമല്ല, മൊത്തത്തിൽ ജനങ്ങളല്ലേ അങ്ങനെ ഓരോ, അല്ലേ? നമ്മൾ മാറ്റുമ്പോ ഇപ്പൊ ആൾട്ടോ ഉള്ളവര് സ്വിഫ്റ്റ് ആക്കും, സ്വിഫ്റ്റ് മാറ്റിയിട്ട് അതിന്റെ മുകളിലുള്ള പിന്നെ ഇന്നോവ, പിന്നെ അത് പോരാ, പിന്നെ XUV മോഡൽ വേണം, അല്ലെ? അതൊക്കെയാണ്. പിന്നെ പറയും എനിക്ക് അവിടെ തോട്ടമുണ്ട്, ഞാൻ വാങ്ങിച്ചത് എന്റെ ഇന്നോവ ആയിരുന്നു, അത് മാറ്റിയിട്ട് ഞാനിപ്പോ പുതിയ XUV മോഡൽ എടുത്തിട്ടുണ്ട്. എങ്ങനെ എടുത്തത്? പഠിച്ചു. അതൊന്നും പറയില്ല, എടുത്തിട്ടുണ്ട്, അല്ലെ? മക്കളെ കൊണ്ട് ഇങ്ങനെ പെരുമ നടിക്കും. എന്റെ മകൻ എഞ്ചിനീയറിംഗിനാണ്, നമ്മളെ വിട്ടു. മകൾ എഞ്ചിനീയറിംഗിന് പഠിക്കുകയാണ്, ആ ഡോക്ടർക്കാണ്. ഇപ്പൊ എല്ലാവരും അങ്ങനെയാണല്ലോ, ഡോക്ടർ എഞ്ചിനീയറും അല്ലാതെ അല്ല എല്ലാവരും എന്ത് ചെയ്തു. കൊള്ളാം, അതൊക്കെ ഭൗതിക വിദ്യാഭ്യാസം വേണ്ട എന്നൊന്നും പറയുന്നില്ല, ഇവിടെ മക്കൾക്ക് നൽകണം. പക്ഷേ അതിനു മുമ്പ് നൽകേണ്ടത് ഇതാണ്, മോനെ മോളെ പഠിക്കട്ടോ, ഖുർആനൊന്നും പഠിക്കണ്ട, നീ പഠിക്ക്. നിന്റെ ജീവിതം, ഈ ജീവിതം കളിയാണ്, ചിരിയാണ്, സീനത്താണ്, അലങ്കാരമാണ്. നിനക്ക് പെരുമ നടിക്കാനുള്ള സംവിധാനങ്ങളാണ്. നിനക്ക് മക്കളെ കുറിച്ചും നിന്റെ സമ്പത്തിനെ കുറിച്ചും എല്ലാം ആളുകളോട് പറഞ്ഞ് നിനക്കിങ്ങനെ തക്കാസുറ് പറയാം, അതൊക്കെയാണ്. പക്ഷെ അള്ളാഹു പറയുകയാണ് അത് നൈമിഷികമാണ്. അതൊരു മഴ വന്നിട്ട് ആ മഴയിൽ മുളച്ചു പൊന്തിയ കുറച്ച് വൃക്ഷങ്ങൾ, അപ്പോൾ അവിടെ കുറച്ച് ആ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച കർഷകൻ വല്ലാത്ത അത്ഭുതത്തിലായിരുന്നു. എന്റെ കൃഷി ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ വല്ലാത്ത രീതിയിൽ എനിക്ക് അതിൽ നിന്ന് സമ്പാദ്യമെല്ലാം കിട്ടും, വിളവ് കിട്ടും, അതെല്ലാം എനിക്ക് ലഭിച്ച അവസാനം ഞാൻ കൊണ്ടുപോയിട്ട് എനിക്ക് വിറ്റ് അത് ഇന്ന രീതിയിലാക്കാം എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം അതിന് ചീച്ചിൽ വന്നിട്ട് അത് നശിച്ചു പോകുന്നൊരവസ്ഥ. അങ്ങനെ വന്നാൽ അതേ രീതിയിലേ ദുനിയാവുള്ളൂ. ഒമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ പറയുന്ന കളിയും ചിരിയും അതുപോലെ തന്നെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വിനോദത്തിലായിക്കൊണ്ടിരിക്കുമ്പോൾ, നീ പരസ്പരം പരമ നടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പരസ്പരം നീ നിന്റെ കുട്ടികളെ കുറിച്ചും നിന്റെ ധനത്തെ കുറിച്ചും മറ്റുള്ളവരോട് തെക്കാസുറ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനെപ്പോഴെങ്കിലും അതിന്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും കഴിഞ്ഞു പോകും നിന്നിൽ നിന്നും ജീവിതം, മറ്റൊരാളിലേക്ക് മാറ്റപ്പെടും. ചിലപ്പോൾ കളിക്കുമ്പോൾ 1.5 വയസ്സുള്ള കുട്ടി വെള്ളത്തിൽ മുങ്ങി മരിച്ചു, അല്ലെ? നമ്മൾ കേൾക്കുന്ന വാർത്തയാണ്. കളിക്കുമ്പോൾ ഹയാത്തു ദുനിയ തീർന്നുപോയി. മൊബൈലിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടി മൊബൈൽ പൊട്ടിത്തെറിച്ചു മരിച്ചു, കഴിഞ്ഞു. അത്രേ ഉള്ളൂ, അല്ലെ? സീനത്തിൽ നടന്നുപോയി ബൈക്കെടുത്ത്
300 കിലോമീറ്ററിൽ പോയപ്പോൾ അടിച്ചു തകർന്ന് ഒന്നുമില്ലാതെയായി പോയി. ഇതിനേക്കാൾ നല്ല ഒരു രീതിയിൽ അള്ളാഹു എങ്ങനെയാണ് ദുനിയാവിനെ പരിചയപ്പെടുത്തുന്നത്? ആ ബൈക്കിൽ കയറി പോകുമ്പോഴെല്ലാം അവന് ശാശ്വതമാണെന്നുള്ള രീതിയിൽ അവന്റെ ജീവിതം. പക്ഷെ അടുത്ത നിമിഷം കഴിഞ്ഞു, ഏതെങ്കിലും ഒരു പോസ്റ്റിൽ ചെന്ന് ഇടിച്ച് തീർന്നു. എന്തിനാ? സീനത്തായത്, അലങ്കാരമായിരുന്നു അവന്, ഇതൊരു വിനോദമായിരുന്നു അല്ലെ. എനിക്ക് അതുണ്ട് ഇതുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അല്ലെ എത്രയോ പ്രവാസികൾ അല്ലാഹു ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയോ പ്രവാസികൾ അല്ലെ, 27 വയസ്സുള്ള ഒരു മനുഷ്യൻ ഞാൻ മരിച്ചിട്ടുണ്ട്. 27 വയസ്സുള്ളൂ. ഞാൻ ഗൾഫിൽ ഇന്ന ജോലിക്കാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് ഒരു ദിവസം കഴിഞ്ഞു. നെഞ്ചിലേക്കൊന്നും ഒരു വേദന ഒന്നും പറയാനില്ല. രാത്രി കിടന്നപ്പോൾ വഞ്ചിച്ചു കളഞ്ഞു. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, അത്രയേ ഉള്ളൂ നിങ്ങൾക്ക്. നിങ്ങൾ കളിക്കുമ്പോൾ, ചിരിക്കുമ്പോൾ, വിനോദത്തിലായിരിക്കുമ്പോൾ, നിങ്ങൾ പരസ്പരം പെരുമ നടിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് ആ ദുനിയാവ് എന്തെങ്കിലും മാറ്റപ്പെടാം. ജീവിച്ചിരിക്കാം, മരിക്കണമെന്നില്ല. ഒരു ഭൂകമ്പം വന്നാൽ അല്ലെ, നമുക്കറിയാലോ, ഈ കഴിഞ്ഞ വർഷം അല്ലെ, എവിടെയാ, വെള്ളാർമലയിൽ ഒരു രാത്രി. ചിന്തിക്കണം, നമ്മൾക്കൊക്കെ ചിന്തിക്കാനും മറക്കരുത്. ആ സംഭവങ്ങളൊന്നും ഒരിക്കലും മറക്കരുത്. അത് അവരെ ശിക്ഷിച്ചതല്ല, നമുക്കുള്ള ഗുണപാഠം. ദുന്യാവ് അത്ര ഉള്ളൂന്ന്. ഒരു രാത്രി എല്ലാം അവരുടേതാണെന്ന് വിചാരിച്ചു. പക്ഷേ രാത്രി വെളുത്തപ്പോൾ ഒന്നുമില്ല. 11 കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട നൗഷാദൻ അല്ലെ, ബാപ്പ, ഉമ്മ, സഹോദരങ്ങൾ, എത്ര ഉള്ളൂ ദുനിയാവ്. അന്ന് വരെ ബിസിനസ് ചെയ്തിട്ട് രാത്രി പോയി പൂട്ടിയിട്ടിട്ട് നാളെ ഇതിനേക്കാൾ നന്നായിട്ട് ബിസിനസ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് കട പൂട്ടി തിരിച്ചു വരാൻ പറ്റിയില്ല. ഇനി വന്നവന് തന്നെ കട കാണാനില്ല ഒരു രാത്രി കൊണ്ട്. ഇന്നലെ അങ്ങനെ ഒരു ലോകം തന്നെ ഉണ്ടായിരുന്നില്ല, ഒരു സ്ഥലം തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരിക്കും റബ്ബിന്റെ പിടുത്തം വരുന്നത്. നമുക്കറിയാലോ, ഈ കഴിഞ്ഞ വർഷത്തിലാണ് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ നാടിനെ, ലോകത്തെ മുഴുവൻ അതുപോലുള്ള ആ അപകടങ്ങളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്രയേ ഉള്ളൂ. ഇങ്ങനെ മനസ്സിലാക്കണം, അല്ലാതെ ദുന്യാവിനെ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കണതോ? എന്നിട്ട് അള്ളാഹു അടുത്ത ആയത്തിൽ പറയുന്നത് എന്താണെന്നറിയാവാ? ഈ ആയത്ത് കഴിഞ്ഞിട്ട് അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത് എന്താണെന്നറിയാവാ? ആ ദുന്യവിയായ ജീവിതം നൈമിഷികമായ ജീവിതമാണ് ദുന്യാവെന്ന് പറഞ്ഞു പഠിപ്പിച്ചിട്ട് അള്ളാഹു പറയാണ്, സാബിക്കൂ. ഇനി നമുക്കുള്ള ഉപദേശം, സാബിക്കൂ. അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം, വല്ലാത്ത സ്പീഡിൽ മുന്നോട്ട് പോകണം. എങ്ങോട്ടാ? ഇലാ മഗ്ഫിറത്തിൻ, അള്ളാഹുവിന്റെ അടുക്കലേക്ക്, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക്, പാപമോചനത്തിലേക്ക്. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹാ കഅർലിസ് സമാഇ വൽ അർദ്. ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗത്തിലേക്കും റബ്ബിന്റെ മഗ്ഫിറത്തിലേക്കുമാണ് നിങ്ങൾ മുന്നിട്ട് മത്സരിച്ചു പോകേണ്ടത്. നമ്മളോ? മനുഷ്യനെങ്ങനെയാ? ഇത്ര നൈമിഷമുണ്ട്, പക്ഷെ അവൻ മത്സരിക്കുകയാണ് അല്ലെ. ഒരു ബിസിനസ് ഉള്ളവൻ അടുത്ത ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ലോൺ എടുക്കും. ബിസിനസ് തുടങ്ങാം, വീണ്ടും അതിൽ വർദ്ധിപ്പിക്കാം. പക്ഷേ അവിടെ റബ്ബിനെ മറക്കരുത്, റബ്ബിന്റെ നിയമങ്ങൾ മറക്കരുത്. ഇഹലോക ജീവിതം അടുത്ത നിമിഷം എന്നിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ഞാൻ ബാക്കിയാക്കി പോകുന്നത് ഹറാമല്ലെന്നുള്ള ഉത്തമ ബോധ്യം നമുക്കുണ്ടാകും. എന്റെ മക്കൾക്ക് വേണ്ടി ബാക്കിയാക്കി പോകുന്ന ആ ധനം അത് തിന്ന് അവർ വളരുമ്പോൾ അതിന്റെ എല്ലാ ശിക്ഷ നമുക്കാണ് കിട്ടുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുന്നതാണ്. ലോണൊന്നും എടുക്കരുത് കേട്ടോ. നമ്മൾ മത്സരിക്കേണ്ട എന്താ? അള്ളാഹ് പറഞ്ഞു, മത്സരിക്കുന്നവർ സ്വർഗീയ സുഖങ്ങൾക്ക് വേണ്ടി മത്സരിക്കട്ടെ. നമ്മൾ മത്സരിക്കും. ഒരു കാർ വാങ്ങിക്കുന്ന അപ്പുറം അയൽപക്കക്കാരൻ വാങ്ങിച്ച XUV വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഉടനെ പോയിട്ട് CC ആയിട്ട് ഒരു വണ്ടിയും കിട്ടും. ഇപ്പുറത്തെ വീട്ടിലെ ടൈല് പൊളിച്ച് മാർബിളാക്കിയപ്പോൾ ഇനി പറ്റൂല, നമുക്കൊരു മാർബിൾ വേണം. പറ്റൂല, അങ്ങനെ പാടില്ല. അത് അതങ്ങനെ മത്സരിക്കേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള എവിടെയെങ്കിലും ഖുർആനിൽ ഈ ദുന്യാവിന് വേണ്ടി മത്സരിക്കാൻ പറഞ്ഞോ? ആഖിറത്തിന് വേണ്ടി മത്സരിക്കാനാ പറഞ്ഞത്. ഇതാണ് ദുന്യാവ്. ഇത് പഠിക്കണം. കാരണം നിങ്ങൾക്ക് മുൻപ് കഴിഞ്ഞു പോയിട്ടില്ലേ?
നിങ്ങളുടെ ബാപ്പയെ കണ്ടില്ലേ? നിങ്ങളുടെ സഹോദരനെ കണ്ടില്ലേ? നിന്റെ ഉമ്മയെ കണ്ടില്ലേ? നിന്റെ കൂടെയുള്ള നിന്റെ കുടുംബാംഗങ്ങളെ കണ്ടില്ലേ? നിനക്ക് മുമ്പ് മരിച്ചു പോയവർ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുപോയോ? കം തറകൂ ഫീ ജന്നാത്തിൻ വഉയൂൻ, എത്രയോ തോട്ടങ്ങളും അരുവികളുമാണ് അവർ ഒഴിവാക്കി പോയത്. വമഖാമിൻ കരീം, അതുപോലെ തന്നെ അവർ അവരുടെ ഏറ്റവും സ്തുത്യർഹമായ സ്ഥാനങ്ങൾ ഒഴിവാക്കി പോയിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ? പാപ്പാക്ക് വല്ലാത്ത സ്ഥാനം ഉണ്ടായിരുന്നു, കൊണ്ടുപോകാൻ പറ്റിയോ? സഹോദരനുണ്ടായിരുന്നു ഇഷ്ടം പോലെ സമ്പത്ത്, കൊണ്ടുപോകാൻ പറ്റിയോ? കുടുംബക്കാരനുണ്ടായിരുന്നു, കൂട്ടുകാരനുണ്ടായിരുന്നു, എത്ര സമ്പത്തുണ്ടായിരുന്നു. ആരെങ്കിലും അവരുടെ കൂടെ എന്തെങ്കിലും കൊണ്ടുപോയോ? 3 കഷ്ണം തുണിയല്ലാതെ ആ തുണിയിൽ ചുറ്റിപ്പൊതിഞ്ഞു വെച്ചിട്ട് നേർക്ക് നേരെ മണ്ണിലേക്ക് ചേർത്ത് വെച്ച ആ കാഴ്ച നിങ്ങൾ കണ്ടിട്ടില്ലേ? അല്ലാഹു ചോദിക്കാം തറക്കൂ, അവർ ഒഴിവാക്കി പോയത് നിങ്ങൾ കണ്ടിട്ടില്ലേ? പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ മാർഗങ്ങളിൽ നിന്ന് തെറ്റിക്കൊണ്ട് ദുനിയാവിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓടുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാന്റെ ചോദ്യമാണ്. അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ ദുനിയാവിന് വേണ്ടിയിട്ട് ഓടുന്നുണ്ടോ? അങ്ങനെ ഓടരുത്. നിങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ സമുദായങ്ങളുടെ ചരിത്രങ്ങൾ ഇങ്ങനെ ഖുർആൻ പറയുന്നുണ്ട്. ആ ദുനിയാവിൽ മതി മറന്നുപോയ ഖാറൂനിന്റെ ചരിത്രം പറയുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതിഹി, അദ്ദേഹത്തിന്റെ എല്ലാ അലങ്കാരങ്ങളും എടുത്തിട്ട് ഇങ്ങനെ ആ സമുദായത്തിന്റെ മുന്നിലേക്ക്, അദ്ദേഹത്തിന്റെ സമുദായത്തിന്റെ മുന്നിലേക്ക് വന്നു. ഖാല അല്ലദീന യുരീദൂന ഹയാത്തദ് ദുനിയ, നമ്മളേക്കും പോലെ തന്നെ ഈ ദുനിയാവിനെ ആഗ്രഹിക്കുന്ന ആളുകൾ എന്ത് പറഞ്ഞു? ഓ, ഞങ്ങൾക്കും ഖാറൂനെ പോലെ കിട്ടിയിരുന്നെങ്കിൽ, ഞങ്ങൾക്കും കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്നവർ പറഞ്ഞു. ആ രീതിയിൽ നമ്മളെല്ലാം അങ്ങനെയാണല്ലോ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ അംബാനിയെ പോലെ അന്ന് ഖാറൂനാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന ചിന്തയാണ് നമുക്കെല്ലാം. പക്ഷേ ആ രീതിയിൽ അവർ ആ ഖാറൂനെ വല്ലാത്ത ഹല്ലുള്ള സൗഭാഗ്യമുള്ള ആളായിട്ട് കണ്ടുകൊണ്ട് പറഞ്ഞു, വല്ലാത്ത സൗഭാഗ്യമാണ് ഖാറൂന് കിട്ടിയിരിക്കുന്നത്, ആ ഖാറൂനെ പോലെ ഞങ്ങൾക്കും ഇത് തന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. പക്ഷെ ഖാറൂന് എന്താ സംഭവിച്ചതെന്ന് അള്ളാഹു പറയുന്നുണ്ട്. എന്താണ്? ഫഖസഫ്നാ, അയാൾ എന്ത് ചെയ്തു? നാം ആ ഭൂമിയിൽ അകറ്റിക്കളഞ്ഞു. കാരണം എന്താ? ദുനിയാവിൽ കിട്ടിയത് വെച്ചിട്ട് റബ്ബിനനുസരിച്ചല്ല ജീവിച്ചത്. അത് എന്റെ അറിവ് കൊണ്ട് ഞാൻ നേടിയതാണ്. ഒക്കെ അങ്ങനെയാണല്ലോ. അത് ബിസിനസ് എനിക്കറിയാം. അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടാണ് കിട്ടിയത്. അങ്ങനെ കിട്ടിയതെന്ന് ചിന്തിക്കുമ്പോഴാണ് അത് അള്ളാഹു പറഞ്ഞതുപോലെ നല്ല രീതിയിൽ അത് വിനിയോഗിക്കാൻ കഴിയുന്നത്. അങ്ങനെ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ കഴിയാതെ പോയ ഖാറൂൻ അവൻ പറഞ്ഞു, എന്റെ അറിവ് കൊണ്ടാണ് ഞാൻ ഇതെല്ലാം നേടിയത്. നാം അവനെ എന്ത് ചെയ്തു? ആ ഭൂമിയിൽ പിളർത്തിയങ്ങ് താഴ്ത്തിക്കളഞ്ഞു. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാണ്. അത് ചരിത്രം പറഞ്ഞു തരികയാണ്. അങ്ങനെ നിങ്ങൾ ദുനിയാവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്കുള്ള പര്യവസാനം ഇതായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് ദുനിയാവിന് വേണ്ടിയിട്ട് അല്ലാതെ നിങ്ങൾ ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതില്ല. ദുനിയാവ് എന്തെന്ന് നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. ഇതൊക്കെയാണ് അറബികൾക്ക്, മക്കാ മുശ്രിക്കീങ്ങൾക്ക് അന്ന് ആദ്യം ഇറങ്ങിയ ആയത്തുകളാണ് ഇതൊക്കെ. അൽഹാക്കുമുത്തകാസുർ, നിങ്ങൾ വല്ലാതെ പെരുമ നടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഹത്താസുർതുമുൽ മഖാബിർ, നിന്റെ ധനവും നിന്റെ മക്കളും നിന്റെ ദുന്യവിയായ സംവിധാനങ്ങളും എല്ലാം ഖബർ വരെ വരികയുള്ളൂ. ഖബറിൽ നിന്ന് ഒരടി മുന്നോട്ട് പോകില്ല. ഖബറിലേക്ക് നിനക്ക് വെച്ചു തരില്ല. എന്തെല്ലാം സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം നിന്നിൽ നിന്ന് നീക്കിയതിനു ശേഷം മാത്രമേ വെറും 3 തുണിയിൽ ചുറ്റിപ്പൊതിഞ്ഞ് നിനക്ക് വെച്ച് തരികയുള്ളൂ. വേറെ ഒന്നും വെച്ച് തരില്ല. പിന്നെ എന്തിനാണ് നീ അല്ലാതെ നീ പെരുമ നടിക്കുന്നത്? ഇതെല്ലാം കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടും ഇത് ദുനിയാവിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടും പറയുക. പിന്നെ ചോദിക്കുന്നുണ്ടല്ലോ, ദുനിയാവിനെ കുറിച്ച് നീ പഠിച്ചു, ഖുർആൻ പഠിച്ചു, നീ മുസ്ലിമായി, റബ്ബിനെ മനസ്സിലാക്കി, എന്നിട്ടും നീ അതിന് കടന്നു പോകുന്നുണ്ടോ? നമുക്കറിയാവുന്ന ആയത്താണ്. അപ്പോൾ ആരെങ്കിലും അതിന് കവിഞ്ഞാൽ ഈ ദുന്യവിയായ ജീവിതത്തെ വല്ലാത്ത നീ സ്വാധീനമായിട്ടെടുത്താൽ,
ദുന്യവിയായ ജീവിതത്തെയാണ് നീ ഏറ്റവും പ്രാമുഖ്യത്തോടു കൂടി എടുക്കുന്നതെങ്കിൽ അവനുള്ളതാണ് നരകം. അല്ലാഹു കാത്തുരക്ഷിക്കുന്നു. ജഹീം അവനുള്ളതാണ്. ഇതെല്ലാം കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടും റബ്ബിന്റെ വിധിവിലക്കുകൾ പാലിക്കാതെ ദുന്യവിയായ ജീവിതത്തിൽ മതിമറന്നുകൊണ്ട് റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് അതിന് കടന്നു പോകുന്നുണ്ടെങ്കിൽ, സ്വന്തം ഇച്ഛകൾക്കനുസരിച്ച് റബ്ബിന്റെ ഇച്ഛകൾ മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ ജഹീം എന്തെന്ന് നമുക്കറിയാം. നരകമാണ്. അവിടെ തിന്നാനുള്ളത് സഖൂമാണ്. അവിടെ കുടിക്കാനുള്ളത് ശൗബം മിൻ ഹമീം, ചുട്ടുകൊള്ളുന്ന വെള്ളമാണ്. അതുപോലെ ഗിസ്ലീനാണ്, ചലവും നീരുമടങ്ങിയ പാനീയമാണ് നൽകുന്നത്. അത് തൊണ്ട വിട്ട് ഇറങ്ങിപ്പോവുകയില്ല. ഹമീം നൽകി കഴിഞ്ഞാൽ ഹമീം കൊണ്ട് നിന്റെ വയറിലുള്ളതെല്ലാം കരിച്ചു കളയുന്ന, പൊട്ടിപ്പിളർന്നു പോകുന്ന രീതിയിലുള്ള ചൂടുള്ള വെള്ളമാണ് നിനക്ക് കുടിക്കാൻ അവിടെ ദാഹിച്ചു നിൽക്കുമ്പോൾ നൽകുന്നത്. റസ്സാഖാണ്, അതിശൈത്യമുള്ള വെള്ളമാണ് നൽകുന്നത്. അവിടെയുള്ളതെല്ലാം എല്ലാം നിനക്ക് നാശമാണ്, നിനക്ക് അവിടെയെല്ലാം ശിക്ഷയാണ്. അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷയാണ് ജഹീമിലുള്ളത്. അതാണോ നീ ചിന്തിക്കുന്നത്? അതിര് കടന്നുകൊണ്ട് ഇഹലോക ജീവിതത്തെ നീ വല്ലാത്ത പ്രാമുഖ്യത്തോടുകൂടി പ്രാധാന്യത്തോടുകൂടി കാണുന്നുണ്ടോ? കാണാൻ പാടില്ല. കാണാത്തവർക്കുള്ള അല്ലാഹു പറഞ്ഞു, ആരെങ്കിലും റബ്ബിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും, റബ്ബിന്റെ സ്ഥാനത്തെ കുറിച്ച് ഭയപ്പെട്ടുകൊണ്ട് സ്വന്തം ഇച്ഛയെ മാറ്റിവെച്ചുകൊണ്ട് റബ്ബിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി തിരിക്കാൻ തയ്യാറുണ്ടോ? നാളെ പരലോകത്ത് 1000 വർഷത്തോളം വരുന്ന ഒരു ദിവസത്തിൽ നിന്നുകൊണ്ട് ഇതിനെല്ലാം ഉത്തരം പറയേണ്ടി വരും. എന്റെ മക്കളെ കുറിച്ച്, എന്റെ ധനത്തെ കുറിച്ച്, എന്റെ ജീവിതത്തെ കുറിച്ച്, എന്റെ ദുന്യവിയായ സംവിധാനത്തെ കുറിച്ച് ഞാൻ ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് ദുന്യാവനുസരിച്ച് ദുന്യാവിന് വേണ്ടി ഞാൻ ജീവിച്ചുകൂടാ. പലിശ കൊടുത്തുകൊണ്ട് എനിക്ക് ദുന്യാവിലൊന്നും സമ്പാദിക്കാൻ പാടില്ല. കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് ഒരു രൂപ പോലും എനിക്ക് വാങ്ങിക്കാൻ പാടില്ല. കളവും ചതിയിലൂടെയും എനിക്ക് കച്ചവടം ചെയ്യാൻ പാടില്ല. കാരണം റബ്ബിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഇനി ധനത്തെ കുറിച്ച് ഞാൻ ഉത്തരം പറയേണ്ടി വരും. റബ്ബിന്റെ മഖാമിനെ, റബ്ബിന്റെ മുന്നിൽ നിൽക്കേണ്ടതിനെ കുറിച്ച് ഓർത്തുകൊണ്ട് സ്വന്തം ഇച്ഛയെ അവൻ ഒഴിവാക്കി കളയുന്നു എങ്കിൽ, ആ ഇച്ഛക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താതെ അതിൽ നിന്നും വിമുക്തമായി കൊണ്ട് അല്ലാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തിയാൽ അവനുള്ളതാണ് സ്വർഗം. ആ സ്വർഗത്തിലെ എല്ലാം അനുഭൂതികളാണ്. അവിടെ എന്താണോ അവർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് കിട്ടും. അതാണ് സ്വർഗം. എന്തൊന്നാഗ്രഹിച്ചാലും അവിടെ പാലിന്റെ വിളകളുണ്ട്, തേനിന്റെ വിളകളുണ്ട്, കല്ലിന്റെ വിളകളുണ്ട്, നമുക്കൊത്ത ഇണകളുണ്ട്, എല്ലാത്തരം ഭക്ഷണ പദാർത്ഥങ്ങളുമുണ്ട്. എല്ലാം ആസ്വാദനങ്ങൾ മാത്രമാണ്. വിശപ്പില്ല, ദാഹമില്ല, വിഷമങ്ങളില്ല, ബുദ്ധിമുട്ടുകളില്ല, ദുഃഖമില്ല. എല്ലാം സ്വർഗത്തിൽ സൗഭാഗ്യങ്ങൾ മാത്രം. അതുകൊണ്ട് സ്വർഗമാണോ ഉദ്ദേശിക്കുന്നത്? ഇഹലോകത്തിന്റെ ആ അലങ്കാരത്തിൽ പെട്ടുപോകാതെ, ഇച്ഛകൾക്ക് അടിമപ്പെടാതെ അല്ലാഹുവിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് വന്നുപോകുന്ന ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും വിട്ടുകൊടുക്കുമാറാക്കി ജന്നാത്തിന്റെ ഈമിൽ നമ്മെ എല്ലാം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.